നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാൻ മണ്ണിലെ ഭീകരതാവളങ്ങൾ ചുട്ടരിച്ച ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടത് കൊടും ഭീകരർ. കൊല്ലപ്പെട്ട 5 ഭീകരരുടെ വിശദവിവരങ്ങൾ പുറത്തുവിട്ട് കേന്ദ്ര സർക്കാർ. ലഷ്കർ ഹെഡ്ക്വാർട്ടേഴ്സ് തലവൻ ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടത്. മസൂദ് അസറിന്റെ ബന്ധുവും ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മെയ് 7-നാണ് പാകിസ്ഥാനിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയത്. മൗലാന മസൂദ് അസറിന്റെ സഹോദരി ഭർത്താവാണ് മുഹമ്മദ് യൂസുഫ് അസർ. മൗലാന മസൂദ് അസറിന്റെ മറ്റൊരു സഹോദരിയുടെ ഭർത്താവ് ഹാഫിസ് മുഹമ്മദ് ജമീലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൊല്ലപ്പെട്ട ഭീകരരുടെ എല്ലാം സംസ്കാര ചടങ്ങുകൾ നടന്നത് പാക് സർക്കാരിന്റെ ബഹുമതികളോടെയാണ്. പാകിസ്ഥാൻ സേനയുടെ തണലിലാണ് ഇവർ ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയത്. നാളുകളായി തിരഞ്ഞുകൊണ്ടിരുന്ന ഭീകരരെയാണ് അവരുടെ താവളത്തിൽ കയറി ഇന്ത്യൻ സേന വധിച്ചത്. മുഹമ്മദ് ഹസൻ ഖാൻ, മുഹമ്മദ് യൂസുഫ് അസർ, മുദാസർ ഖാദിയാൻ ഖാസ്, ഹാഫിസ് മുഹമ്മദ് ജമീൽ, ഖാലിദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ലഷ്കർ ഇ തൊയ്ബ നേതാവ് മുദാസർ ഖാദിയാൻ ഖാസിന്റെ സംസ്കാര ചടങ്ങിൽ പാകിസ്ഥാൻ സൈന്യം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. പാക് ആർമി മേധാവിയും പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ മറിയം നവാസിന്റെ പേരിൽ റീത്ത് വെക്കുകയും ചെയ്തിരുന്നു. ആഗോള ഭീകരൻ ഹാഫിസ് അബ്ദുൾ റൌഫിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ സ്കൂളിലാണ് ഈ ഭീകരന്റെ സംസ്കാരം നടന്നത്. പാക് ആർമിയിലെ ഒരു ലഫ്റ്റനന്റ് ജനറലും പഞ്ചാബ് പോലീസ് ഐജിയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകരനായ ഹാഫിസ് മുഹമ്മദ് ജമീൽ മൗലാന മസൂദ് അസറിന്റെ സഹോദരി ഭർത്താവാണ്. ബഹവൽപൂരിലെ മർക്കസ് സുബ്ഹാൻ അല്ലയുടെ ചുമതലയായിരുന്നു ഈ ഭീകരന്. യുവാക്കൾക്ക് ഭീകര പരിശീലനം, ധനസമാഹരണം ഇതൊക്കെയായിരുന്നു ഇയാളുടെ ചുമതല. മൗലാന മസൂദ് അസറിന്റെ സഹോദരി ഭർത്താവ് മുഹമ്മദ് യൂസുഫ് അസറും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ജെയ്ഷെ മുഹമ്മദിനായി ആയുധ പരിശീലനം നൽകുന്ന ഭീകരനാണ് ഇയാൾ. ജമ്മു കാശ്മീരിലെ ഒന്നിലധികം ഭീകരാക്രമണങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട്. IC 814 ഹൈജാക്കിംഗ് കേസിൽ തിരയുന്ന ഭീകരനായിരുന്നു ഇയാൾ. ലഷ്കർ ഇ തൊയ്ബ ഭീകരനായ അബു ഖാലിദ് ജമ്മു കാശ്മീരിലെ ഒന്നിലധികം ഭീകരാക്രമണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആയുധങ്ങൾ കടത്തുന്നവരിൽ പ്രധാനിയായിരുന്നു അബു ഖാലിദ്. ഫൈസലാബാദിൽ നടന്ന സംസ്കാരത്തിൽ മുതിർന്ന പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥരും ഫൈസലാബാദ് ഡെപ്യൂട്ടി കമ്മീഷണറും പങ്കെടുത്തിരുന്നു. പാക് അധിനിവേശ കശ്മീരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഓപ്പറേഷണൽ കമാൻഡറായ മുഫ്തി അസ്ഗർ ഖാൻ, കശ്മീരിയുടെ മകൻ മുഹമ്മദ് ഹസൻ ഖാനും ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടു. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഭീകരനാണ് മുഹമ്മദ് ഹസൻ ഖാൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് കനത്ത നാശനഷ്ടമുണ്ടായത് ബഹവൽപൂരിലും മുറിഡ്കയിലുമാണെന്നും സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. മുറിഡ്കയിലെ ലഷ്കർ ഇ തൊയ്ബയുടെ താവളങ്ങൾ പൂർണ്ണമായും തകർത്തു. ക്ലിനിക്കൽ കൃത്യതയോടെ നടന്ന ആക്രമണത്തിൽ ഭീകരതാവളങ്ങൾ മാത്രമാണ് തകർത്തതെന്നും ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നു. പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാവൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന പരിശീലന കേന്ദ്രമായ മർക്കസ് സുബ്ഹാനുള്ള പൂർണ്ണമായും നശിപ്പിച്ചു. അവിടെയുള്ള പ്രധാന പള്ളിയുടെ 3 താഴികക്കുടങ്ങൾ തകർന്നു. ഈ പരിശീലന കേന്ദ്രത്തിന്റെ ഭാഗമായ 2100 ചതുരശ്ര മീറ്ററിൽ പരന്നുകിടക്കുന്ന കെട്ടിട സമുച്ചയം തവിട് പൊടിയായെന്ന് അമേരിക്കൻ എർത്ത് ഇമേജിംഗ് സ്ഥാപനമായ മഗ്സർ ടെക്നോളജീസ് പുറത്തുവിട്ട സാറ്റലൈറ്റ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. 15 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് മർക്കസ് സുബ്ഹാനുള്ള പരിശീലന കേന്ദ്രം. ഇവിടെയാണ് ചെറുപ്പക്കാരെ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്ത് പരിശീലിപ്പിക്കുന്നത്. 11 ദിവസത്തോളം നീണ്ടുനിന്ന മുന്നൊരുക്കത്തിനൊടുവിലാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി നടപ്പാക്കിയത്. അബ്ദുൾ റൌഫിനെ വധിച്ചതോടെ ജെയ്ഷെ മുഹമ്മദിന് നഷ്ടമായത് സുപ്രീം കമാൻഡറെയാണ്. പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാവൽപൂർ, മുറിഡ്കെ എന്നിവിടങ്ങളിലെ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ആസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിലാണ് അസർ കൊല്ലപ്പെട്ടത്. മസൂദ് അസറിന്റെ 10 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടെന്നും സ്ഥിരീകരിച്ചിരുന്നു. 1999 ഇന്ത്യൻ ജയിലിൽ തടവിലായിരുന്ന സഹോദരൻ മസൂദ് അസറിനെ വിട്ടുകെട്ടണമെന്ന ആവശ്യവുമായി കാണ്ഡഹാർ വിമാന റാഞ്ചലിന് ചുക്കാൻ പിടിച്ചപ്പോൾ കൊടും ഭീകരൻ അന്ന് പ്രായം 24 ആയിരുന്നു. 2007 ഏപ്രിൽ 21-ന് ജെയ്ഷയുടെ സുപ്രീം കമാൻഡറായാണ് അബ്ദുൾ റൌഫ് ചുമതലയേറ്റത്. ഇന്ത്യക്കെതിരായ പ്രവർത്തനങ്ങളുടെ മുഖ്യ കണ്ണികളിൽ ഒരാൾ. സഹോദരൻ മസൂദ് അസർ ഒളിവിൽ പോയതിന് പിന്നാലെയാണ് റൌഫ് കമാൻഡറായി ചുമതലയേറ്റത്. താലിബാൻ, അൽ ഖ്വയ്ദ അടക്കമുള്ള ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തിയ റൌഫിന് പാക് അധികാരികളുമായും അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. ജെയ്ഷെ കേഡർമാരെ പ്രചോദിപ്പിക്കുക, പ്രചാരണ സാമഗ്രികൾ തയ്യാറാക്കുക, പാക് സർക്കാരുമായും ISIയുമായും ബന്ധപ്പെടുകയും ഫണ്ട് ക്രമീകരിക്കുകയും മറ്റ് ഭീകര സംഘടനകളുമായി ബന്ധം സ്ഥാപിക്കുക എന്നിവയെല്ലാമായിരുന്നു പ്രധാന പ്രവർത്തനങ്ങൾ. ഇന്ത്യയിലെ പ്രധാന ജെയ്ഷെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതും ഇയാളാണ്. 2001 ജമ്മു കാശ്മീർ നിയമസഭയ്ക്കും പാർലമെന്റിനും നേരെയുണ്ടായ ആക്രമണം, 2016 പത്താൻകോട്ട് ആക്രമണം, നഗ്രോട്ട, കട്ടുവ ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണം, പുൽവാമ ആക്രമണം എന്നിവയുൾപ്പെടെ റൌഫിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു. 1999 ഡിസംബർ 24-ന് ക്രിസ്മസ് തലേന്ന് 176 യാത്രക്കാരുമായി നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയായിരുന്ന IC 814 വിമാനം ഹർക്കത്തുൽ മുജാഹിദീൻ ഭീകരർ റാഞ്ചി. സമൂഹത്തിന്റെ മുഖ്യ സൂത്രധാരൻ അസർ റൌഫ് ആയിരുന്നു. അന്ന് ഇന്ത്യൻ തടവിലായിരുന്ന ഭീകരരായ മസൂദ് അസർ, മുഷ്താഖ് സർഗർ, ഒമർ ഷെയ്ഖ് എന്നിവരെ വിട്ടു നൽകണമെന്നതായിരുന്നു ആവശ്യം. ഭീകരരുടെ ആവശ്യത്തിന് മുന്നിൽ ഇന്ത്യക്ക് വഴങ്ങേണ്ടി വന്നു. മൂവരെയും വിട്ടു നൽകി. ഇതിനുശേഷം ഡിസംബർ 31-നാണ് ഭീകരർ യാത്രക്കാരെ വിട്ടയച്ചത്.